നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂലൈ മാസത്തിലെ മകം, പൂരം, ഉത്രം കാല ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ സൂര്യൻ 16-ാം തീയതി വരെ 11-ലാണ് നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ശുഭകർമ്മഫലം വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവവേദിയായിട്ട് വരിക. ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതേപോലെ തന്നെ വ്യാധി വിനാശം ഞാൻ നേരത്തെ പറഞ്ഞു. സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും ചിങ്ങക്കൂറുകാർക്ക്. 16-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു. ശുഭകർമ്മ ഫലം ഇല്ലാത്തൊരവസ്ഥ, അതായത് നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ. അപ്പോൾ ഈ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലത്തെ ഒരു പരിധി വരെ, അതായത് 12-ലേക്ക് വരുമ്പോൾ ഉള്ള മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 13-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 9-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, അതുകൂടാതെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക, ദുരിതങ്ങൾ വന്നു ചേരുക, ഒട്ടും തന്നെ നമ്മൾ വിചാരിക്കാതെ ധനത്തിന് ദുർവ്യയം വന്നു ചേരുക, അനാവശ്യമായിട്ട് തന്നെ ചെലവ് വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്കും നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ, പലവിധ വ്യാധികൾ. അപ്പോൾ ഈ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിലൊന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് 13-ാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം വന്നു ചേരുക, തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുക, പ്രമോഷൻ ലഭിക്കുക. പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നൊരു ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 20-ാം തീയതി വരെ 12-ലാണ് ബുധൻ നിൽക്കുന്നത്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 20-ാം തീയതി വരെ 12-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിട വരിക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അതേപോലെ തന്നെ ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. അപ്പോൾ ഈ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. 20-ാം തീയതിക്ക് ശേഷമാണ് കേട്ടോ ഈ ഫലം. അപ്പോൾ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 10-ാം ഭാവത്തിലാണ് വ്യാഴവും നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം വന്നു ചേരുക, അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. നമ്മളുടെ അശ്രദ്ധ മൂലം തന്നെ ചിലപ്പോൾ കർമ്മ വൈകല്യം, അതായത് നമ്മൾ വിചാരിക്കുന്ന ഫലം ലഭിക്കാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ധനപരമായിട്ടും അത്ര നല്ല ഫലത്തെ അല്ല, ദുർവ്യയം വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ട്രാൻസ്ഫറൊക്കെ ലഭിക്കുന്ന ഒരു ഫലത്തെയൊക്കെ 10-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിലൊന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ാം തീയതി വരെ ശുക്രൻ 11-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 12-ലേക്ക് വരും. 11-ൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, അതേപോലെ തന്നെ ധനലാഭം, ധനസമൃദ്ധി വന്നു ചേരുക, കുടുംബസുഖം അനുഭവിക്കുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. 12-ലേക്ക് വരുമ്പോഴും ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്, നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചു. ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനിട വരുമോ എന്ന് ആർക്കും സംശയം തോന്നാം.
നമ്മളുടെ ജാതകപ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ്, ബലവാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ ശുക്രനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കുക. 7-ലാണ് ശനി നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജന സംസർഗം വന്നു ചേരുക. ദുർജന സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവനുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. ചേരാത്തവനുമായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് വന്നു ചേരുക. അതേപോലെ തന്നെ ദൂരദേശ യാത്ര ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഇങ്ങനെയുള്ളൊരു ഫലത്തെയും 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമാന്നുള്ള നാമം ജപിക്കുക. എപ്പോഴും എല്ലാവർക്കും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.